വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. വടക്കാഞ്ചേരി മംഗളം സൗത്ത് കനാൽ പരിസരത്ത് 2 കുട്ടികൾക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. വടക്കാഞ്ചേരി മംഗളം സൗത്ത് കനാൽ പാലം പരിസരത്ത് 4ഉം 7ഉം വയസ്സുള്ള കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ മുമ്പും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ ആദ്യമായിട്ടാണ് ഷിഗല്ല റിപ്പോർട്ട് ചെയ്യുന്നത്. മധുര സ്വദേശിനിയായ മാതാവിനൊപ്പം തമിഴ്നാട്ടിലായിരുന്ന കുട്ടികൾ കഴിഞ്ഞ 8-ാം തീയതിയാണ് മംഗലത്ത് എത്തിയത്. അതിനാൽ തന്നെ എവിടുന്നാണ് രോഗം പിടിപെട്ടത് എന്നത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. പരിസരത്തെ ജലസ്രോതസ്സുകളിൽ നിന്നെല്ലാം സാമ്പിളുകൾ ശേഖരിച്ച് ആരോഗ്യവകുപ്പ് അധികൃതർ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കുടുംബം വെള്ളം തിളപ്പിക്കാതെയാണ് ഉപയോഗിച്ചിരുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. 4 ദിവസത്തിനകം കുടിവെള്ള സാമ്പിളുകളുടെ പരിശോധനാ ഫലം ലഭ്യമാകുമെന്നാണ് അറിയുന്നത്. രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നഗരസഭയുടെയും ആരോഗ്യ വിഭാഗത്തിൻ്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. അണുബാധ കണ്ടെത്തിയതിനെ തുടർന്ന് പാർലിക്കാട്, മംഗലം, പരുത്തിപ്ര എന്നിവിടങ്ങളിലെല്ലാം വടക്കാഞ്ചേരി നഗരസഭയുടെയും മുണ്ടത്തിക്കോട് ഫാമിലി ഹെൽത്ത് സെന്ററിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി പത്താംകല്ല് പരിസരത്ത് വെച്ച് ഇന്റർസെക്ടർ മീറ്റിംഗും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഈ കോളേജ് എന്ന് പറഞ്ഞ ബാക്ടീരിയ നമ്മുടെ കിണറുകളിലുണ്ട്. പക്ഷേ ഈ ഷിഗല്ല ബാക്ടീരിയക്ക് ഒരു കുഴപ്പമുണ്ട്. അത് ഈ കോളയൊക്കെ നമുക്ക് ഒരു ലക്ഷം ഈ കോളേജ് ബാക്ടീരിയ അണു നമ്മുടെ ദേഹത്തേക്ക് കയറിയാലേ നമുക്ക് ഇൻഫെക്ഷൻ വരും. പക്ഷേ ഷിഗല്ല ആകെ 200 എണ്ണം കയറുകയാണ്. 200 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മളൊന്ന് മണ്ണിൽ വെറുതെ കയ്യൊന്ന് വെച്ച് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഇരുന്നു. മറ്റേത് പിന്നെ കുറച്ചും കൂടെ നമ്മുടെ എണ്ണം കൊണ്ട് നമ്മുടെ ദേഹത്ത് കയറിയാൽ നമ്മുടെ പ്രതിരോധശേഷിനെ മറികടന്നുകൊണ്ട് അവരെ യുദ്ധം ചെയ്ത് നശിപ്പിച്ചുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് പറ്റും. വെറും 200 എണ്ണം മതി. അതുകൊണ്ടാണ് ഇതൊരു അപകടകാരി എന്ന് പറയാൻ കാരണം. മറ്റു പല കാരണങ്ങളുണ്ട്. 4 തരമാണ് ഈ ഷിഗല്ല ഉള്ളത്. ഈ പലതരത്തിൽ ഇവരുടെ തന്നെ ജനിതകമായിട്ട് ചെറിയ മാറ്റങ്ങളുണ്ട്. അതുവഴിയാണ് ഈ അസുഖം വരുന്നത്. അപ്പോൾ സാധാരണ കുട്ടികൾ അല്ലെങ്കിൽ വലിയവർക്കും എല്ലാവർക്കും വരും. കുട്ടികൾക്ക് വരുന്നത് പെട്ടെന്ന് അവർക്ക് വയറിങ്ങനെ പിടിക്കണ മാതിരിയത്തെ വേദന ഇരിക്കുന്നില്ല. വയറ് പിടിക്കണ അതാണ് ആദ്യം പറയുക. വയറ് പിടിക്കണ മാതിരിയത്തെ ഉരുക്കി വരുന്ന വേദന എന്ന് പറയും. ഭയങ്കര ശക്തമായ പനി ഉണ്ടാവും. 105 പനി 103 പനിയൊക്കെ വരും. പെട്ടെന്ന് വരിക. ഛർദി, പിന്നെ ഭയങ്കര വയറിളക്കമായിരിക്കും. അധികവും വയറിളകുമ്പോൾ രക്തം ഉണ്ടാവും. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മുണ്ടത്തിക്കോട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പോൾ MF ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. യോഗത്തിൽ ഡിവിഷൻ കൗൺസിലർ SAA ആസാദ്, മുൻ കൗൺസിലർ PR അരവിന്ദാക്ഷൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജോയ് ചന്ദ്രൻ, LHI സജിത MR, കുടുംബശ്രീ പ്രവർത്തകർ, ആശാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9744 335592.